പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 4-ാമത്തെ വാക്യം. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. കേൾക്കണമേ, ഞാൻ സംസാരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. നമ്മൾ ഈ ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ സത്യവേദ പുസ്തകത്തിനകത്ത് ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഡേക്സ് എന്ന ദൈവഭക്തൻ സത്യവേദപുസ്തകത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഓരോന്നായിട്ട് അദ്ദേഹം എല്ലാം എണ്ണി. പഴയ നിയമത്തിൽ 2272 ചോദ്യങ്ങളും പുതിയ നിയമത്തിൽ 1022 ചോദ്യങ്ങളും, അങ്ങനെ മൊത്തം 3294 ചോദ്യങ്ങളുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ച് രേഖപ്പെടുത്തി. വചനം വായിക്കുന്ന ചില ഭക്തന്മാരുണ്ട്. വേദപുസ്തകത്തിൽ സത്യവചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന അനവധി ദേവദാസന്മാരുണ്ട്. അതിൽ പ്രധാനിയാണ് ഡേക്സ് എന്ന് പറയുന്ന ഭക്തൻ. വേദപുസ്തകത്തിലെ പഴയതിലും പുതിയതിലും ചോദ്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് രേഖപ്പെടുത്തി. ഒരു പുസ്തകത്തിൽ വായിച്ചതാകട്ടെ, എനിക്ക് അത്ഭുതം തോന്നി. ഞാനാണ് വേദപുസ്തകം ഒരുപാട് വായിക്കാറുണ്ട്. ഞാൻ പലതവണ വേദപുസ്തകം ആദ്യ അവസാനം വായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ വേദപുസ്തകം വായിക്കാതെ എവിടെയെങ്കിലും ഒരു ഭാഗം എടുത്ത് വായിക്കുന്ന പണി എനിക്കില്ല. നിരന്തരം ആദ്യം തൊട്ട് അവസാനം വരെ തുടർമാനം വായിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ആരംഭകാലം തൊട്ടുള്ള ഇന്ന് വരെയുള്ള അനുഭവം എന്ന് പറയുന്നത്. അല്ല, അതുകൊണ്ട് വേദപുസ്തകത്തിൽ എനിക്ക് ഒരധ്യായം പോലും ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം ഞാൻ കയറിയാണ്. ഇപ്പോഴും അത് തന്നെ ചെയ്യും. എനിക്ക് വളരെ താല്പര്യം അത്. അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം അനവധി കാര്യങ്ങൾ നമുക്കറിയാത്തതുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്ത അനവധി കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് പല ഒരു കാര്യം ഞങ്ങളോട് പറയാം. പല ദൈവദാസന്മാർ വരെ, ദൈവമക്കൾ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ എബേസിന്റെ പ്രാർത്ഥന എവിടെ കിടക്കുന്നതാണ്. അല്ലേലിയ. എബേസ് പ്രാർത്ഥിച്ചത് എവിടാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ ഭാരമാണ്. അല്ലേലിയ. അത് പെട്ടെന്ന് മനസ്സിലാക്കാനും ഭാരമാണ്. പലരും വേദപുസ്തകം കയറി ഇറങ്ങും, പക്ഷെ അത് മനസ്സിലാകത്തില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ചില ദൈവദാസന്മാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇത് ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെ, അത് സെർച്ച് ചെയ്താൽ കിട്ടും. എന്നാൽ അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എബേസ് പ്രാർത്ഥിച്ചത് 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യമാണെന്ന് ഒത്തിരി ആളുകൾക്കും അറിയില്ല. കാരണം ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ തന്നെ അത് മുഴുവൻ വംശാവലിയെ കൂടി ജനിപ്പിച്ചു അതിനിടയ്ക്ക് വേണം ഇത് കണ്ടുപിടിക്കാൻ. അപ്പം പലരും ആ ഭാഗം വായിക്കാതെ മാറ്റിക്കളി. ഞാൻ ഉദാഹരണം പറഞ്ഞോട്ട് കേട്ടോ. എനിക്കും അറിയില്ല ഇതുവരെ. ഞാനത് മൊത്തം വായിച്ചപ്പോഴാണ് അവിടെ അത് കിടക്കുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ കുറവുകളുണ്ട്, ഞാനടക്കം. മല്ലരിയ. നമ്മൾ തെറ്റ് പരസ്യം സമ്മതിക്കുന്നത് നല്ലതാണ്. എങ്കിലും നമുക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളോടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾക്ക് കർത്താവോട് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കർത്താവോടും ചോദിക്കുന്നില്ല, കർത്താവ് നമ്മോടും ചോദിക്കുന്നില്ല എന്നുള്ള ചിന്തയിലാണെങ്കിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? അല്ലേലിയ. അപ്പൊ യോബ് ഭക്തൻ ദൈവത്തോട്, ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നെ ഗ്രഹിപ്പിക്കണമേ എന്ന അവകാശത്തോടു കൂടി ചോദിക്കുക. അതാണ് വായിച്ച വചനം. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നൊക്കെ യോബ് ദൈവത്തോട് ചോദിക്കുക. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്ന് ചില വേദപഠിതാക്കൾ, ചില വേദപണ്ഡിതന്മാർ, ആത്മീയ ജ്ഞാന ഗുരുക്കൾ പറയാറുണ്ട്. ദൈവത്തോട് നമ്മൾ ചോദ്യം ചോദിക്കരുത്, അത് തെറ്റാണ്, ദൈവത്തിന് കോപമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കാം. അപ്പം ദൈവത്തോട് ചോദ്യം ചോദിക്കരുത് ചിലർ പറയുന്നു. എന്നാൽ ചിലർ പറയുന്നു നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. എന്റെ അഭിപ്രായം പറഞ്ഞത് നമ്മൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് ചോദ്യം ചോദിക്കണം ഞാൻ ദൈവത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതല്ല. ഒരു മകന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ മകൻ തന്റെ സ്നേഹവാനായിരിക്കുന്ന പിതാവിനോട് ആ വിവരം പറയും. അച്ഛാ, അല്ലെ അപ്പ, അല്ലെ പപ്പ, അല്ലെ ഡാഡി, എനിക്കത് വാങ്ങിത്തരണം, എനിക്കത് ആവശ്യമാണ് എന്ന് ആ കുഞ്ഞ് തന്റെ സ്നേഹവാനായ പിതാവിനോട് ചോദിക്കുമ്പോൾ
അല്ലെങ്കിൽ ആ സ്നേഹവാനായ പിതാവ് എന്ത് ചെയ്യും? ആ കുഞ്ഞിന്റെ ആഗ്രഹത്തെ നടത്തി കൊടുക്കുന്നത് ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നവർ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ആവശ്യങ്ങളെ പറയാം. നമ്മുടെ ആവശ്യങ്ങളെ പറയുമ്പോൾ സ്നേഹവാനായ നമ്മുടെ പിതാവ്, സൃഷ്ടാവായ ദൈവം അല്ലേലിയ നമുക്ക് ആ കാര്യങ്ങൾ നടത്തി തരും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ മെസ്സേജിന്റെ കൂട്ടത്തിൽ ആരോ ഇട്ടു, ചില സഭകളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന യേശു ദൈവമാണെന്നാണ് എന്ന് പറഞ്ഞ് ഒരാൾ കമന്റ്, എന്തോ ഒരു സഹോദരൻ ഇട്ടായി, പേര് പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പേര് പറഞ്ഞ അദ്ദേഹത്തെ കളിയാക്കാൻ ഒരുങ്ങുന്നില്ല. അല്ലേലിയ. അപ്പൊ യേശു ദൈവമാണോ എന്ന് ചോദിച്ചത് പേര് കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാ കേട്ടോ. അല്ലേലിയ. അപ്പൊ യേശു ദൈവമാണെന്ന് അറിയാത്ത അനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലേലിയ. അവർ വേദപുസ്തകം വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. യേശു ദൈവമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ മതി. അല്ലേലിയ. യോഹന്നാന്റെ സുവിശേഷം ആദ്യത്തെ 1-ാം അധ്യായത്തിനെ വായിച്ച് നമുക്ക് ഏകദേശം ഒരു വെളിപ്പാട് കിട്ടും. പലർക്കും അത് തിരിച്ചറിയില്ല. അല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് കുടുക്കു ചോദ്യങ്ങളും ഒക്കെ നേരെ കടന്നു. ഞാൻ എന്നിട്ട് കണ്ടിട്ട് കമ്മിറ്റ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നായിട്ടെ. കാരണം നമ്മളതിനെ മത്സരിക്കാനും വർദ്ധിക്കാനും പോയി നമ്മുടെ സമയം വെറുതെ വേസ്റ്റായി കളയും. എനിക്കാണെങ്കിൽ സമയം വേസ്റ്റായി കളയാനുമില്ല. കാരണം ഞാനിപ്പോൾ ചെയ്യുന്നത് ലോകരാജ്യങ്ങൾ, നമുക്കറിയാം, നമ്മുടെ ഇസ്രായേൽ, നമ്മുടെ ഇറാന്, നമ്മുടെ അമേരിക്ക എല്ലാം നമ്മുടേതെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നും നമ്മുടേതല്ലാത്തതില്ല. അപ്പൊ 7 ഭൂഖണ്ഡങ്ങൾ നമ്മൾ വായിച്ചു. അത് ചില രാജ്യങ്ങൾക്കകത്ത് ഇസ്രായേലും ഇറാനും അമേരിക്കയുടെ വളരെ യുദ്ധങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക, കോടിക്കണക്കിനുള്ള നഷ്ടങ്ങളാണ് വരുന്നത്. കടലിലും കരയിലും ആകാശമാർഗം ഒക്കെ ആയിട്ട് ഓരോ പട്ടണങ്ങളൊക്കെ വീഴുന്ന നാശം കണ്ടുകഴിഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പട്ടണത്തിന് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജനത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ജാതി, എൻ്റെ മതമല്ല, വർണ്ണവും വിവേചനമൊന്നുമില്ല, ഞാൻ അവർക്ക് വേണ്ടി അയ്യം വിളിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് വേറെ സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾക്ക് മറുപടി തരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേദപുസ്തകം ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചു പഠിക്കാം. നിങ്ങൾ ഇയ്യോബ് ചോദിച്ച പോലെ ദൈവത്തോട് ചോദിക്കണം. ദൈവത്തോട് ചോദിക്കുന്ന, കർത്താവേ, യേശു ദൈവമാണോ? യേശു ആരാണ്? ദൈവമേ, നീ ആരാണ് എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റും. ലേലിയ. അതിനൊന്നും ആരും കുറ്റം പറയും. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവങ്ങളാണ്. ലേലിയ. എന്നെ ദൈവം ഇതൊക്കെ ഗ്രഹിപ്പിച്ചപ്പോഴാണ്. യോബ് പറഞ്ഞു, എന്നെ ഗ്രഹിപ്പിക്കണമേ എന്ന് പറഞ്ഞ് എന്നെ ഇതൊക്കെ ദൈവം ഗ്രഹിപ്പിച്ചപ്പോഴാണ് എനിക്കൊരു നല്ല സുബോധമൊക്കെ ഉണ്ടായത്. ലേലിയ. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ നമ്മളൊരു സ്നേഹവാനായ നമ്മുടെ അപ്പനോട് നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഇപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ അപ്പൻ സ്നേഹത്തോടെ അത് നൽകി തരുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നൽകി തരും. പക്ഷെ നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിക്കാതെ കിട്ടണമെന്നില്ല. കാരണം നമ്മളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ അവരവർക്ക് എന്തെല്ലാം വേണമെന്നുള്ളത് നമ്മൾ കർത്താവിനോട് പറയണം. ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുന്ന, എന്നെ വിളിക്കുന്നവരുടെ അവരുടെ ആവശ്യങ്ങളെല്ലാം ഞാൻ പറയും. അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനോട് ചോദിക്കണമെന്നേ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് എന്താവശ്യം നീ കർത്താവിനോട് ചോദിക്കുക. സ്നേഹവാനായി ദൈവം നിന്റെ വിഷയത്തിന് മറുപടി നൽകും. നിന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിന്റെ നിറം കണ്ടിട്ടോ, നിന്റെ ജാതി കണ്ടിട്ടോ, നിന്റെ വർഗം കണ്ടിട്ടോ, നിന്റെ ഗോത്രം കണ്ടിട്ടോ, നിന്റെ ഭാഷ കണ്ടിട്ടോ, നിന്റെ സംസ്കാരങ്ങളൊക്കെ കണ്ടിട്ടോ, നിന്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നും അല്ല യേശു നിന്നെ സ്നേഹിക്കുന്നത്. യേശു നിന്നെ സ്നേഹിക്കുന്നവൻ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ നിന്നെ ദൈവം സ്നേഹിക്കുക. നമ്മൾ അവന്റെ മക്കളായതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും അവകാശികളുമാണ്. അല്ലേലൂയ. അവിടെ നമ്മൾ കർത്താവിനോട് നമ്മൾ ചോദിക്കുന്നത് തന്നെയാണ്. യോബ് താൻ ദൈവത്തോട് കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. അല്ലേലൂയ. 4 കാര്യങ്ങളോട് പറയുന്നുണ്ട്. കേൾക്കണം, സംസാരിക്കും, ചോദിക്കും, ഗ്രഹിപ്പിക്കണം. ഇതൊക്കെ പാപമല്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കും. എനിക്കിപ്പോഴും പല ആവശ്യം വരുമ്പോൾ ഞാനിപ്പോഴും ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എന്റെ ആവശ്യങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ ഒക്കെ നടത്തണമേ. ഞാൻ ദൈവത്തോട് പറയും. നമുക്ക് പിന്നെ ആരോടാ പറയാനുള്ളത്? അല്ലേരിയ. ഇപ്പൊ ഇവിടെ ഇയ്യോബിന്റെ അനുതാപവും അനുഗ്രഹത്തെ കുറിച്ചാണ് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം രേഖപ്പെടുന്നത്. ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വന്നു, തന്നെ അങ്ങ് താഴ്ത്തി. ലേലിയ. താൻ ഒന്നുമല്ല എന്ന് സമ്മതിച്ചു. ഒരു 0 മൈനസായി. ലേലിയ.
തനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഉറച്ച വിശ്വാസം യോബിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ തന്നെ സ്വയം താഴ്ത്തി അനുതാപത്തോടും പശ്ചാത്താപത്തോടും കണ്ണുനീരോടും കൂടെ യോബ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവപാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സ്വർഗസ്വനായ പിതാവ് യോബിനെ അങ്ങ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവുകൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവനാർ, അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയവൻ ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. അല്ലുയ ആമേൻ. അല്ലെ, അത്ഭുതമേറി ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയെന്നാണ്. സ്വയം തെറ്റുകൾ സമ്മതിക്കുന്ന യോബ്, സ്വയം കുറവുകളെ മനസ്സിലാക്കുന്ന യോബ്, തന്നെ താൻ ദൈവത്തിന് താഴ്ത്തി കൊടുക്കുന്ന യോബ്. ഇന്ന് പകൽ സ്നേഹവാനായ ദൈവത്തോട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ കഴിയുമോ? നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും നമ്മുടെ തമ്പുരാൻ മറുപടി തരും. പ്രൈസലോ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്നാണ് ശലോമോൻ സഭാപ്രസംഗം 7 രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരംഭത്തിൽ അതിന് വലിയ മറുപടി ഒന്നും കണ്ടില്ലെങ്കിലും അതിന് വലിയ വിശേഷതയൊന്നും തോന്നിയില്ലെങ്കിലും പക്ഷെ അതിന്റെ അവസാനം ശ്രേഷ്ഠമായിരിക്കും. ഹല്ലേലൂയ. ശലോമോൻ തന്റെ ജീവിത അനുഭവത്തിന് രേഖപ്പെടുത്തുന്ന ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലതെന്ന് പറയുന്നു. എത്ര ഭയാനകമായ അനുഭവത്തിലൂടെയാണ് ഇയ്യോബ് എന്ന ഭക്തൻ കടന്നുപോയത്. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനാണ് ഇയ്യോബിന്റെ സ്ഥിതി വന്നെങ്കിൽ, ഹല്ലേലൂയ, ഒരിക്കലും ആ മനുഷ്യൻ ജീവനോടെ ഇരിക്കത്തില്ല. എത്ര പെട്ടെന്ന് ആത്മഹത്യ ചെയ്തനെ. പക്ഷെ ഇയ്യോബ് ഭയാനകമായ അനുഭവത്തിലൂടെ താൻ കടന്നു പോയപ്പോഴും താൻ ദൈവസ്ഥിതി പിറുപിറുക്കാതെ ദൈവസ്ഥിതിയിൽ താഴ്ത്തി കൊടുക്കുകയാണ്. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായ ഇയ്യോബ് ഇത്ര ഭയാനകമായ ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ എത്ര ദുഃഖം അനുഭവിച്ചു കാണും, വലിയ ദുഃഖം അനുഭവിച്ചു കാണും. ഹല്ലേലൂയ. കാരണം പക്ഷേ കഷ്ടതകളുടെ കാരണം വ്യക്തിപരമായ പാപങ്ങളാണെന്ന് ഇയ്യോബിന്റെ സ്നേഹിതന്മാർ തെറ്റായുള്ള വാദഗതി നടത്തിയപ്പോഴും ഇയ്യോബ് അവിടെ തിരിച്ചു പറയാനല്ല നിൽക്കുന്നത്, തന്നെ താഴ്ത്തുക ചെയ്യുന്നത്. ഹല്ലേലൂയ. എങ്കിലും ഇയ്യോബിന്റെ സംസാരത്തിൽ അവിവേകവും ആത്മപ്രശംസയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇയ്യോബിന്റെ സംസാരത്തിൽ അവിവേകമുണ്ട്, ആത്മപ്രശംസയൊക്കെ ഉണ്ട്. അതിന് അവൻ അനുതാപത്തോടെ ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. ആ അവിവേകവും ആത്മപ്രശംസയൊക്കെ വരുമ്പോൾ ഇയ്യോബ് എന്ത് ചെയ്യും? അനുതാപത്തോടെ ദൈവത്തോട് മാപ്പപേക്ഷിക്കും. അല്ലേ? അല്ലെങ്കിൽ സ്തോത്രം. അപ്പൊ ഇയ്യോബിന്റെ അല്ലെങ്കിൽ സ്നേഹിതന്മാർ ദൈവത്തെ പറ്റി സംസാരിച്ചു. എന്നാൽ ഇയ്യോബ് നേരിട്ട് ദൈവത്തോട് സംസാരിച്ചു. ഇയ്യോബിന്റെ സ്നേഹിതന്മാര് ദൈവത്തെ പറ്റി ഇയ്യോബിനോട് സംസാരിച്ചു. എന്നാൽ ഇയ്യോബ് എന്താ ചെയ്തത്? ഇയ്യോബ് ദൈവത്തോട് സംസാരിച്ചു. ഇതാണ് നമുക്കും വേണ്ടത്. നിന്നോട് ദൈവത്തെക്കുറിച്ച് പലരും സംസാരിക്കും, പക്ഷെ നീ ദൈവത്തോട് സംസാരിക്കണം. ഹല്ലേലൂയ. അതാണ് ഇയ്യോബ് ഇവിടെ പറയുന്നത്. കേൾക്കണമേ. ഹല്ലേലൂയ. ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്റെ സ്നേഹിതന്മാരെന്നോട് നിന്നെ കുറിച്ച് പറഞ്ഞു, ഞാനത് കേട്ടിട്ട് പക്ഷെ ഞാൻ നിന്നോട് സംസാരിക്കുക, ഞാൻ നിന്നോട് ചോദിക്കുക. ഹല്ലേലൂയ. എന്നെ ഗ്രഹിപ്പിക്കണം. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തണം കേട്ടോ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവസന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിന്റെ കുടുംബത്തിനകത്തെ പ്രതിസന്ധികൾ, നൂലാമാലകൾ, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത ചില വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരാൻ ആഗ്രഹിക്കുക. നീ കർത്താവ് കേൾക്കണം. ഹല്ലേലൂയ. ഞാൻ നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണം. എന്താണ് എന്റെ പ്രശ്നം? എന്താണ് എന്റെ പ്രതിസന്ധി? എന്താണ് ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നത്? ഇതിന്ന് എനിക്കൊരു മാറ്റമില്ലേ? എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലേ? എന്നൊക്കെ നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ നമ്മുടെ സ്നേഹവാനായ ദൈവം എല്ലാം മറുപടി തരും കേട്ടോ. ഹല്ലേലൂയ. ദൈവം നിന്നെ ഒരിക്കലും കൈവിട്ട് കളയത്തില്ല, നിന്നെ അനാഥനായി വിടത്തില്ല. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും മറുപടി തരുന്നവനാ ദൈവം. ഹല്ലേലൂയ. നീ കണ്ണുനീർ തൂകിയിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവി, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നീ ദൈവസേനയിലാണ് കണ്ണുനീർ തൂകുന്നെങ്കിൽ അതിനൊരു മറുപടിയുണ്ട്. ആ
ഇയ്യോബിന്റെ സ്നേഹിതന്മാരെല്ലാം ഇയ്യോബിനെ കുറിച്ച് തെറ്റായിട്ട് പറയുമ്പോൾ, ഇയ്യോബിന്റെ ഭാര്യയും തന്നെ കുറിച്ച് തെറ്റായിട്ട് പറയുമ്പോൾ, ഇയ്യോബിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകിയ കണ്ണുനീർ കാണാം. പലരുടെയും നിന്ദവാക്കുകൾ, അപവാദത്തിന്റെ വാക്കുകൾ, പരിഹാസത്തിന്റെ വാക്കുകളൊക്കെ ഇയ്യോബ് കേട്ട് വ്രണം പിടിച്ചവനായി മരണത്തോട് മല്ലിടുന്ന അനുഭവത്തിന്റെ നടുവിലൂടെ കടന്നുപോയപ്പോഴും ഹല്ലേലൂയ, യോബിന്റെ കണ്ണിൽ നിന്ന് ധാരധാരമായി ഒഴുകിയ കണ്ണുനീർ ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുക. ആ കണ്ണുനീരിന്റെ ദൈവം മറുപടി കൊടുത്തു. അതാണ് ശലോമോൻ പറഞ്ഞത്, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലത് യോബ് അനുതാപത്തോടും പശ്ചാത്താപത്തോടും കണ്ണുനീരോടും കൂടെ ദൈവത്തിന്റെ അപേക്ഷയെ അഭയാദിനെ നടത്തി കഴിഞ്ഞപ്പോൾ അവന്റെ സ്ഥിതിക്കെല്ലാം ദൈവം മാറ്റം കൊടുത്തു. അതെ, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം തരാൻ പോവുക. നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോവുക. പകൽ എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നീ ഒരുപാട് വേദനയിലാണ് കടന്നു പോകുന്നത്, ഒരുപാട് കഷ്ടതയിലാണ് കടന്നു പോകുന്നത്. നിനക്ക് ഹൃദയത്തിൽ ഒതുക്കുവാൻ കഴിയാത്ത, നിനക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത വേദനകൾ നിന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചിലരെ കുറിച്ച് പറയുക. ചിലരുണ്ടെന്ന് നിന്നോട് ഞാൻ പറയട്ടെ, യോബിന്റെ വേദന അറിഞ്ഞവൻ നിന്റെ വേദന അറിയുന്നവനാ. യോബിന്റെ ഹൃദയത്തിന്റെ ദുഃഖം അറിഞ്ഞവൻ നിന്റെ ഹൃദയത്തിന്റെ ദുഃഖം അറിയുന്നവൻ. യോബിന്റെ ഹൃദയത്തിന്റെ ദുഃഖം എത്ര വലുതായി നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവയെല്ലാം യോബ് തന്റെ ഹൃദയത്തിനകത്ത് ഒതുക്കി വെച്ചത് ദൈവത്തോട് പറയാ, കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയണം. എന്നെ കേൾക്കുന്ന യുവാക്കന്മാരെ, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്ന ഹല്ലേലൂയ 68 സംഗീതം വായിച്ചാൽ കാണാൻ കഴിയും. 1-ാം വാക്യം. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ നമ്മുടെ ശത്രുക്കളൊക്കെ ചിതറിപ്പോകും, പുക പതറുന്നത് പോലെ പോകുന്ന ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അപ്പം ദൈവം ഹല്ലേലൂയ ഇയ്യോബിനോട് സംസാരിച്ചു, ഇയ്യോബ് ദൈവത്തോടും സംസാരിച്ചു. ഹല്ലേലൂയ. നീതിമാനായ ദൈവത്തെ കാണണമെന്നുള്ള അവന്റെ ആഗ്രഹം ഹല്ലേലൂയ സഫലമായി. നീതിമാനായ ദൈവത്തെ ഒന്ന് കാണണമെന്നുള്ള ഇയ്യോബിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുത്തുവെന്ന് നമുക്ക് ദൈവത്തിനെ കാണാൻ കഴിയും. കാരണം ഇയ്യോബിന്റെ കഷ്ടതകളുടെ കാരണം എന്തെന്ന് ദൈവം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഞാൻ 50 തവണ ഇയ്യോബിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴെല്ലാം കർത്താവിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് കർത്താവ് ഇയ്യോബ് ഇങ്ങനെ കടന്നുപോയത്? പക്ഷെ ഇയ്യോബിന്റെ ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല, വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തില്ല, പിന്നെ നമുക്ക് ദൈവം വെളിപ്പെടുത്തു. അത് ഇയ്യോബിന്റെ കഷ്ടതയുടെ കാരണം എന്തായിരുന്നുവെന്ന് നമുക്ക് വെളിപ്പെടുത്താത്തതോടത്തോളം കാലം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. നിഷ്കളങ്കനും നിർമ്മലും നേരുള്ളവനുമായിരുന്ന ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇത്ര ഭയാനകമായ അനുഭവത്തിലൂടെ ഇയ്യോബിനെ കടത്തിവിട്ട് ഹൃദയത്തിൽ നിറഞ്ഞ് സങ്കടങ്ങൾ നിൽക്കുമ്പോഴും ഇയ്യോബ് അനുതാപത്തോടും പശ്ചാത്താപത്തോടും കണ്ണുനീരോടുകൂടി ദൈവസന്നിധി വന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സമ്പത്തുകൾ കണ്ട് നമ്മുടെ നന്മകൾ കണ്ട് നമ്മൾ അഹങ്കരിച്ച് നിഗളിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ യോബിനെ കടത്തിവിട്ടതുപോലെയുള്ള ശോധനയിൽ നമ്മളെ കടത്തിവിടുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ യോബിനെ പോലെ താഴണം കേട്ടോ. സഹോദര സഹോദരി, നീ ദൈവത്തിന് അന്യപ്പെട്ടവനല്ല, നീ ദൈവത്തിന് സ്വന്തമാണ്. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി കണ്ണുനീർ തൂകുന്നവനാ, നിന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനാ. അവൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആര്? യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിന് വചനമെങ്കിലും യോബിന്റെ ജീവിതത്തിൽ ഭയങ്കരമായ കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ വന്നു. യോബ് നിഷ്കളങ്കനായി ജീവിച്ചു. എങ്കിലും ഒരു ദിവസം അവന്റെ 10 മക്കളും അങ്ങ് മരിച്ചുപോയി. വളരെ ഭയപ്പെടുന്ന ഒരു അനുഭവമല്ലേ? അവന്റെ 10 മക്കൾ മരിച്ചുപോയി. നമുക്ക് യോബിന്റെ പുസ്തകം വായിക്കുവാൻ 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. സ്വന്തം ഭാര്യ പറയാ, നീ ഇപ്പോഴും ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണ്ട, നിന്റെ 10 മക്കളും മരിച്ചുപോയി. ഹല്ലേലൂയ. നിന്റെ ആടുമാട് കന്നുകാലികളെല്ലാം പോയി, നിന്റെ ദാസ്യദാസം എല്ലാം നഷ്ടപ്പെട്ടു. നീ ഇപ്പോഴും ദൈവത്തെക്കുറിച്ച് ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണോ?
ആ ഭക്തി ത്യജിച്ച് കാണിച്ചിട്ട് നീ പോയി മരിക്കുക, നിന്നെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട അല്ലെങ്കിൽ ആ സൗകര്യം പറയാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ വീടിടിഞ്ഞ് വീണ് മക്കൾ ചതഞ്ഞ് മരിച്ചു. അല്ലെ, ഒരു അന്യന് നേരിടാത്ത അഘോരമായ മരണമാണ് തന്റെ 10 മക്കളെയും ബാധിച്ചത്. അത് യോബിനെ താങ്ങുവാൻ കഴിഞ്ഞില്ല. യോബിന്റെ ഭാര്യയ്ക്കും ഒരുപക്ഷെ അത് താങ്ങുവാൻ കഴിഞ്ഞു കാണത്തില്ല. എന്ന് പറഞ്ഞാൽ യോബ് പിതാവ് യോബിനും തന്റെ ഭാര്യയ്ക്കും ഉണ്ടായ 10 മക്കളെ ഉദരത്തിൽ വഹിച്ചവർ, 10 മക്കൾക്ക് അല്ലെ തന്റെ ഗർഭപാത്രം ഒരുക്കി കൊടുത്തവർ, 10 മക്കളെ ചുമന്ന് വേദനയോടെ നൊന്തുപെറ്റവൾ, ഒറ്റ സുപ്രഭാതത്തെ 10 മക്കൾ ഒന്നിച്ച് മരിച്ചത് കാണുമ്പോൾ ഏത് അമ്മമാർക്കും ഇതുപോലെ തോന്നാം. അല്ലേ, യോബിന്റെ ഭാര്യ സംസാരിക്കാം. അങ്ങനെ ഒത്തിരി പേര് നമുക്ക് കാണാനും കഴിയും. അപ്പൊ 10 മക്കളും തന്റെ കൺമുമ്പിലൂടെ മരിച്ചു വീണപ്പോൾ യോബിന്റെ ഭാര്യയുടെ ഹൃദയത്തിന് എത്രമാത്രം വേദനയാവുന്നു, എത്രമാത്രം ചോദ്യങ്ങൾ അവിടെ ജീവിതത്തിൽ വന്നു കാണും. എന്തിനാണ് കർത്താവ് എനിക്ക് 10 മക്കളെ തന്നത്? എന്തിനാണ് നീ 10 മക്കൾ ഒരുപോലെ എടുത്തത്? എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്ത് കണ്ണുനീരേക്ക് ദുഃഖം തന്നത്? ഞാൻ ഇനി എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമില്ലേ? നിനക്കൊന്നും ഇഷ്ടമില്ലേ? ഞാൻ ഒറ്റയായി പോലെ, ഞാൻ സങ്കടപ്പെട്ടില്ലേ? ഞാൻ ഇനി എങ്ങനെ എന്റെ മക്കളെ കാണും? എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ യോബിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലേലിയ, ആ സമയത്താണ് അങ്ങനെ ഒരുപാട് ചോദ്യം യോബിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ വന്ന സമയത്താണ് യോബിന്റെ ഭാര്യ യോബിനോട് ഈ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താണ് അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് നീ പോയി മരിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ കടന്നു വരാം കേട്ടോ. പക്ഷെ ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗുണപാഠമാണ്. ഇങ്ങനെയൊക്കെ കടന്നു പോകേണ്ടി വന്നാലും നമ്മൾ യോബിന്റെ ഭാര്യയെ പോലെ സംസാരിക്കരുത്. നാം പരിജ്ഞാനത്തോടെ അതിന് പിന്നിൽ ദൈവത്തിന് എന്താണ് പദ്ധതി നമ്മൾ തിരിച്ചറിയണം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനത്തിന് കനാനിലേക്ക് പ്രവേശിപ്പാൻ വളരെ പ്രയാസങ്ങളുണ്ട്. ലേലിയ, അവർ പുറപ്പെട്ടു വന്നത് ചെങ്കടലിന്റെ കരയിലാണ്. ചെങ്കടൽ അങ്ങനെ പെട്ടെന്ന് കിടക്കാൻ കഴിയില്ല. പുറകിൽ നിന്ന് ഫറവോന് സൈന്യമുണ്ട്. പക്ഷെ ചെങ്കടലിന്റെ നടുവിൽ പെരുവഴിയുണ്ടെന്ന് ദൈവം ഇസ്രായേലിന് വെളിപ്പെടുത്തി അവരെ മരുഭൂമിയിൽ മറുകര കടത്തി. അവർക്ക് പിന്നാലെ വന്ന ശത്രുസേനത്തെ ചെങ്കടലിൽ തളയിട്ടതുപോലെ അവരുടെ യാത്രയിൽ അവർക്ക് മരുഭൂമി വെള്ളം കൊടുത്ത്, കാടപ്പക്ഷികളെ കൊടുത്ത്, അവരിൽ ആർക്കും ഒരു ക്ഷീണം വരാതെ, അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാതെ, അവിടെ ചെരുപ്പ് തേഞ്ഞു പോകാതെ അവരെ നല്ല ആരോഗ്യത്തോടെ നടത്തിയ ദൈവം. അല്ലേലിയ, അവർക്ക് മുമ്പിൽ എരികോമുണ്ട്. അവർക്ക് മുമ്പിൽ ഹായിയുണ്ട്. അവർക്ക് മുമ്പിൽ അല്ലേലിയ ജോർദാനുണ്ട്. ഇതെല്ലാം കടന്ന് ഭക്തത്വ കനാലിൽ എത്തണമെങ്കിൽ ചില ജാതികളെയും കൂടെ നീക്കിക്കളയണം. അല്ലേലിയ, അങ്കിൽ മാത്രമേ ആ കനാലിൽ എത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം ദൈവം ഇസ്രായേലിന് വേണ്ടി മുമ്പിൽ ഒരു വഴി ഒരുക്കിയതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യോബിന്റെ ജീവിതത്തിൽ, യോബിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങൾ നിൽക്കുമ്പോൾ അവർക്കാനും അദ്ദേഹം ദൈവം ഒരു വഴി ഒരുക്കുന്നുണ്ട്. അത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് രഹസ്യമായി ദൈവം വെച്ചിരിക്കുന്നതാണ്. യോബിന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തിയില്ല. രഹസ്യമായ കാര്യങ്ങളെ വെളിപ്പെടുത്തിയില്ല. ഇസ്രായേൽ മക്കൾക്ക് മറഞ്ഞിരുന്നത്, രഹസ്യമായിരുന്നത് ദൈവം വെളിപ്പെടുത്തി ഓരോന്നും കൺമുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് ഇന്ന് പകൽ നിനക്ക് മറഞ്ഞിരിക്കുന്ന, വെളിപ്പെടാതിരിക്കുന്ന ചില വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. നീ നാളുകളായി പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം മറുപടി. അല്ലേറിയ വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന, ഒമ്പൽപ്പെടുന്ന, ഉറ്റവര് ഉടവരി ഓർത്ത് ഭാരപ്പെടുന്ന, വിദേശത്ത് കഷ്ടം സഹിക്കുന്ന, വിസ കിട്ടാതെ, പാസ്പോർട്ട് പുതുക്കി കിട്ടാതെ, അല്ലെങ്കിൽ സാലറി കിട്ടാതെ, ജോലി നല്ലത് കിട്ടാതെ, നാട്ടിൽ കഷ്ടം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന അനവധി ആളുകളോട് പറയട്ടെ, നിനക്ക് വേണ്ടി ദൈവം ചിലതൊന്നും ചെയ്യാൻ പോവുക. ആരംഭത്തെങ്കിൽ നിനക്ക് കണ്ണുനീരും ദുഃഖമൊക്കെ ആണെങ്കിലും അതിന്റെ അവസാനം ഏറ്റവും നല്ലതായിരിക്കും. അതിന്റെ പര്യവസാനം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുമെന്ന്. അല്ലേലൂയ. അത് നിനക്ക് വേണ്ടി ചില വലിയ കാര്യങ്ങൾ യേശു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്റെ കുടുംബത്തിനകത്ത് അനാചമായിരിക്കാം, കുടുംബത്തിനകത്ത് കണ്ണുനീരായിരിക്കാം, വേദനയായിരിക്കാം. ഒരു നേരത്തെ ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ നിനക്ക് കഴിഞ്ഞിരുന്നു വന്നേക്കാം. ഒരുപക്ഷെ ഇന്നും നീ അരമുറുക്കി നടക്കുന്നവളായിരിക്കാം. വീട് പട്ടിണിയായിരിക്കാം. മക്കളെ ഭർത്താവിനെ സംരക്ഷിച്ച്
ഒരുപക്ഷെ ഒരു തുള്ളി വെള്ളം പോലും, ഒരു നേരത്തെ ആഹാരം പോലും നിനക്ക് നന്നായിട്ട് കഴിക്കാൻ കഴിയാത്ത അനുഭവമായിരിക്കാം. നീ എന്തെല്ലാം ചെയ്താലും നിനക്ക് പരിഹാസമായിരിക്കാം, നിന്ദകളായിരിക്കാം. അങ്ങനെയൊക്കെ കടന്നു പോകുന്നവരുണ്ടല്ലോ. ഇവിടെ പറയട്ടെ, ദൈവം നിനക്ക് നല്ലതൊന്നും ചെയ്യാൻ പോവുകയാണ്, അല്ലേ? അപ്പൊ യോബിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ, അതുകൊണ്ടാണ് അവൾ അത് പറഞ്ഞതാണ് നമുക്ക് ചിന്തിക്കാനിരുന്നത്. അപ്പൊ നമുക്ക് യോബിന്റെ ചരിത്രം മുഴുവനും അറിയാം. യോബിന്റെ നഷ്ടങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും കാരണം സാത്താനാകുന്നു എന്ന് നമുക്കറിയാം. യോബിന്റെ കഷ്ടങ്ങളും ഉപദ്രവങ്ങളും കൊടുത്താൽ തീർച്ചയായും അവന് ദൈവത്തെ തള്ളിപ്പറയുമെന്ന് പിശാചിനറിയാം. എന്താണ്? യോബിന്റെ കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും ഭയങ്കരമായ ആ അനുഭവത്തിനൊക്കെ കാരണം സാത്താനാണെന്ന് യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം വായിക്കാൻ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ യോബിന്റെ ജീവിതത്തിൽ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൊടുത്താൽ നിഷ്കളങ്കനും നിർമ്മലമായിരിക്കുന്ന നേരുള്ളവനും സത്യസന്ധനുമായ യോബ് ദൈവത്തെ ത്യജിച്ചു പറയും, അവൻ ദൈവത്തെ തള്ളി പറയുമെന്ന് സാത്താൻ മനസ്സിലാക്കിയിട്ടാണ് യോബിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം വെല്ലുവിളി വന്നത്. ലേലിയ, ഇത്രമാത്രം വെല്ലുവിളി വന്നത്. എന്നാൽ ആ വെല്ലുവിളികളെല്ലാം അവൻ ജയിച്ചു. സാത്താനോട് എന്റെ ഭക്തനായ യോബ് ഒരിക്കലും അപ്രകാരം ചെയ്യില്ല. ദൈവം പറഞ്ഞു, എന്റെ ഭക്തനായ യോബ് ഒരിക്കലും എന്നെ തള്ളിപ്പറയത്തില്ല. അവന്റെ സൃഷ്ടാവ് ഞാനാ, അവൻ എന്റെ മകനാണ്. യോബിനെ ഞാനാണ് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അവൻ മക്കളെ കൊടുത്തത്, സമ്പത്തുകൾ കൊടുത്തതെല്ലാം ഞാനാ. അവന് ഭാര്യയെ കൊടുത്തത് ഞാനാ. അവൻ എന്തെല്ലാം കഷ്ടം വന്നാലും, നിന്ദകൾ വന്നാലും, അപമാനം വന്നാലും, അവൻ മരിക്കത്തക്ക രോഗത്തിലൂടെ അവന്റെ ശരീരം കടന്നുപോയാലും അവൻ എന്നെ തള്ളിപ്പറയുകയില്ല എന്ന് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് സാത്താനോട് പറഞ്ഞു. ഹല്ലേലൂയ, എന്റെ ഭക്തനായ യോബ് ഒരിക്കലും അപ്രകാരം ചെയ്യുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി യോബിനെ പരീക്ഷിക്കുവാൻ സാത്താൻ ദൈവത്തിന് അനുവാദം കൊടുത്തു. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കഷ്ടങ്ങൾ വരുമോ, പ്രശ്നങ്ങൾ വരുമോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ തള്ളിക്കളയുമോ തള്ളിപ്പറയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവം സ്വർഗത്തിൽ നിങ്ങളെ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ഇന്നത്തെ കാലത്ത് 1000 പേരെ നമ്മളെടുത്താൽ ഒരു മനുഷ്യൻ പോലും ഒരുപക്ഷെ ഇതുപോലുള്ള കഷ്ടത്തിൽ കടന്നു പോയാൽ ദൈവത്തെ തള്ളിപ്പറയാതെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും തള്ളിപ്പറയുന്നേ, എല്ലാവരെയും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വേദനയിലൂടെ കടന്നു പോകണം. നമ്മുടെ സ്വഭാവം മാറിയാണെങ്കിൽ നമ്മൾ വേദനയുടെ, നൊമ്പരത്തിലൂടെ, കഷ്ടത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ നൊമ്പരം അറിയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ചേർന്ന് ചിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം ദൈവം എന്ത് ചെയ്തു? യോബിനെ ഹല്ലേലൂയ സ്തോത്രം സൂക്ഷിച്ചു. അതാണ് യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പറയുന്നത്, അവനുള്ള സകലത്തിലും ചുറ്റും നീ വേലികെട്ടിയില്ലയോ, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് സാത്താൻ പറയാം. തൃക്കൈ നീട്ടി നീ അവനെ തൊട, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു കളയും. ഹല്ലേലൂയ. ത്യജിച്ചു കളയും എന്ന് പറഞ്ഞു ദൈവ സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണ് യോബിന്റെ പരീക്ഷ കടന്നു വരുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, പരീക്ഷയ്ക്കായി നിങ്ങളുടെ ജീവിതത്തിൽ അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. എന്ന് പറഞ്ഞാൽ പത്രോസ് പറഞ്ഞു, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടയാകുമെന്ന് ദൈവത്തിന് വചനം പറയുന്നുണ്ട്. 1 പത്രോസ് 2:10 വായിച്ചു നോക്കണം കേട്ടോ, അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അപൂർവമായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് അതിശയിച്ചു പോകാതെ, പതറിപ്പോകാതെ നമ്മൾ അതിനെ തരണം ചെയ്യണം. യോബിന്റെ ജീവിതത്തിൽ അപൂർവമായ കാര്യം വന്നുകൂടി കഴിഞ്ഞപ്പോൾ അതിനകത്ത് അതിശയിച്ചു പോകാതെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി തീർന്നു. യഹോവയായ ദൈവത്തോട് ചേർന്ന് കഷ്ടങ്ങൾ വരുമ്പോഴും അതിൽ പങ്കുള്ളവനായി തീരുന്തോറും യോബ് സന്തോഷിച്ചാനന്ദിപ്പാൻ ഇട വന്നു കാണും. അത് തന്നെ, അങ്ങനെ തന്നെ പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന മാതാപിതാവേ, ഏത് പ്രതിസന്ധി വന്നാലും നീ ദൈവത്തെ ത്യജിച്ചു പറയരുത്, ദൈവത്തെ തള്ളിപ്പറയരുത്. ഹല്ലേലൂയ. ഞാൻ അനുഭവം കൊണ്ടും കൂടെ പറയുന്നത് കേട്ടോ. ഞാൻ പലപ്പോഴും എന്റെ കുറവുകൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കും, മാപ്പ് അപേക്ഷിക്കും. കർത്താവേ, അങ്ങനെ പറഞ്ഞു പോയല്ലോ, അങ്ങനെ ചെയ്തു പോയല്ലോ.
അവിവേകം സംസാരിച്ചു പോയല്ലോ, അവിശ്വാസം പറഞ്ഞു പോയല്ലോ, എനിക്ക് മാപ്പ് നൽകണമേ, മാപ്പാക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ വീഴാറുണ്ട്, കരയാറുണ്ട്, നിലവിളിക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇയ്യോബിനോട് കരുണ കാണിച്ച ദൈവം എന്നോട് കരുണ കാണിക്കുക എന്ന്. അത് മനുഷ്യനല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ വരാം. പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്കങ്ങനെ വന്നാലും ഇയ്യോബിനെ സംബന്ധിച്ച് അങ്ങനെ വന്നില്ല. ഇയ്യോബ് തന്റെ ജീവിതത്തെ പണിതുകൂട്ടി ദൈവത്തിൽ ആശ്രയിച്ചു. അല്ലെങ്കിൽ അവിശ്വാസവും ആശങ്കയൊക്കെ വന്നപ്പോൾ യോബ് ദൈവസന്നിധിയിൽ ഒരുപാട് വീണു. അല്ലെങ്കിൽ യോബിന്റെ സ്നേഹിതന്മാർ തനിക്ക് ചുറ്റും അനവധി ചോദ്യങ്ങൾ ചോദിച്ച്, യോബിന്റെ ജീവിതത്തിന്റെ പാപമാണ് നിനക്കിതെല്ലാം വന്നത്, നിന്റെ ജീവിതത്തിലെ ക്രമക്കുറവാണ്, നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനമില്ലായ്മയാണ്, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളാണ് നിനക്കിതെല്ലാം വന്നെന്ന് ഹല്ലേലൂയ യോബിന്റെ സ്നേഹിതന്മാർ പറയുമ്പോഴും യോബ് അതരം കൊണ്ട് പാപം ചെയ്തില്ല. പ്രൈസലോ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, സ്വതം നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. സാത്താനിനെ പരീക്ഷിക്കുവാൻ തന്ത്രങ്ങൾ മെനയും. ഹല്ലേലൂയ. നമ്മൾ യോബിന്റെ പുസ്തകം 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. ഹല്ലേലൂയ. യോബ് പറയുക, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. യോബ് എന്താ പറയുന്നത്? എല്ലാം നഷ്ടപ്പെടും. നഗ്നനായി ഞാൻ അമ്മയുടെ ഗർഭത്തിൽ പുറത്തു വന്നു, ഇനി ഞാൻ പോകുന്നത് നഗ്നനായിട്ടാണ്. യഹോവ തന്നു, യഹോവ എടുത്തു. നമ്മൾ പ്രസംഗിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കാൻ ഭയങ്കര വിരുദ്ധമുള്ളവരാ. പ്രസംഗത്തിന് ഭയങ്കര കലയും, പ്രസംഗത്തിന് ഭയങ്കര പ്രാസവും, പ്രസംഗത്തിന് ഒരുപാട് മാറ്റും രുചിയും ഒക്കെ പകർത്തുന്നവരാ. പക്ഷെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യോബ് പറഞ്ഞതുപോലെ പറയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറയാൻ കഴിയണം. നഗ്നനായി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന ഒന്നും കൊണ്ടുവന്നില്ല. ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, സഹോദരന്മാരോട്, ഇവിടുത്തെ കോടീശ്വരന്മാരോട് പറയട്ടെ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി പുളച്ചു മതിക്കുന്നവരോട് പറയട്ടെ, നീ നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നഗ്നനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതാ. നീ ഒന്നും കൊണ്ടുവന്നില്ല ഇങ്ങോട്ട്. അല്ലേ? നിനക്ക് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനും കഴിയില്ല. യഹോവ തന്നു, യഹോവ എടുത്ത് യോബ് പറഞ്ഞ അതേ അനുഭവത്തിലേക്ക് നീ വരണം. ചെല്ലു പറയുന്നത്, ഇത് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരാൽ സമ്പാദിച്ചതാണ്, ഞങ്ങളുടെ ജംഗമ സ്വത്തുക്കളാണ്, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ളതാണ്, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തതാണ്, ഞാനും എൻ്റെ മക്കളും അധ്വാനിച്ചതാണ്, ഞാൻ എൻ്റെ ഭാര്യയും വേർപ്പൊഴിക്കുന്നതാണ്. എന്തെല്ലാം ആരോട് ജനം പറയുന്നത്? അല്ലേ? ശരിയാവുന്നേ, നിങ്ങളൊക്കെ ചെയ്ത, പക്ഷേ നിങ്ങൾ ജനിച്ചപ്പോഴൊന്നും കൊണ്ടുവന്നതല്ലല്ലോ. നിങ്ങൾക്ക് ഭൂമി ജീവിക്കുവാൻ ഇതൊക്കെ ആവശ്യമാണ്. ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ച് ഏദൻ തോട്ടം കാപ്പാനും അതിൽ വേല ചെയ്ത് ജീവിക്കാനും വേണ്ടിയിട്ട് അവിടെ ആക്കിയത്. ഇയ്യോബിനെ ദൈവം ഭൂമിയിൽ വെച്ചത്, ഭൂമിയിലേക്ക് അയച്ചത് ഇയ്യോബ് ഭൂമിയിൽ പുളച്ച് മതിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. തനിക്ക് ആടുമാട് കന്നുകാലികളെയൊക്കെ കൊടുത്ത്, മക്കളെയൊക്കെ കൊടുത്ത്, കുടുംബമൊക്കെ കൊടുത്തത് ഭൂമിയിൽ അധ്വാനിച്ച് ജീവിക്കാനാ. അല്ലേലിയ. അത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. അല്ലേലിയ. നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. അല്ലേലിയ. അവിടെ ശോധന കടന്നു വരും, പരിശോധന കടന്നു വരും. അല്ലേലിയ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി തോറും ഉല്ലസിച്ച് ആനന്ദിപ്പടയാകും. പത്രോസ് പറഞ്ഞവർ പറയണമെന്നേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയാണ്, ഈ രഹസ്യം യോബിന് അറിഞ്ഞുകൂടായിരുന്നു. ഹല്ലേലൂയ. ഈ രഹസ്യം യോബിന്, അവന്റെ ഹൃദയത്തിൽ 1000 ചോദ്യങ്ങൾ, ഇതെന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്ന് പല പല ചോദ്യങ്ങൾ. അല്ല, യോബിന്റെ ജീവിതത്തിൽ യോബിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായതുപോലെ കൊണ്ട് കാണും. യോബിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായതുപോലെ തന്നെ യോബിനും അങ്ങനത്തെ ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. എന്നെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ സംഭവിച്ചത്? എൻ്റെ വൈഫ് ഈ ഏപ്രിൽ മാസം 21 മരിച്ചിട്ട് 3 വർഷമാണ്. അല്ലേലിയ. ഞാൻ ഒത്തിരി കർത്താവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ എടുത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ മകളെ ഒറ്റയ്ക്കാക്കിയത്, ഞങ്ങൾ എന്തുകൊണ്ട് ഒറ്റയ്ക്കായി പോയി, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, ഞങ്ങൾ എന്ത് പാപമാണ് ചെയ്തത് എന്നൊക്കെ ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, അതല്ലേ എൻ്റെ പോഷത്തരമാണ്, ഞാനൊന്ന് ചോദിക്കരുതായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ദൈവത്തോട് മാപ്പ് പറഞ്ഞു കേട്ടോ. അല്ലേ? അങ്ങനെ യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർന്ന. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ നിനക്ക് വേണ്ടി നിന്നു, നിന്റെ വിശുദ്ധിക്ക് അനുസരിച്ച് നിന്നു. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാ വർഷവും വർഷാന്തര യാഗം കഴിക്കും. അവരെല്ലാം വിളിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ പരിഹാരം വരുത്താറുണ്ട്.
നിന്റെ വചനം വിട്ട് നിന്നെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോയിട്ടില്ല. അബ്രഹാമിന് സമകാലികനാണ് ഈ യോബ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ടും തന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം കടന്നു വന്നു. ആ ചോദ്യം കടന്നു വന്നപ്പോൾ തനിക്ക് അറിയാത്തൊരു രഹസ്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണ് നമ്മൾ വായിച്ചത്. യോബിന്റെ പുസ്തകം 1-21. യോബിന് മറഞ്ഞിരുന്ന കാര്യം കൊണ്ട് ദൈവം വെളിപ്പെടുത്തി. ഞാൻ വായിച്ചു കേൾപ്പിച്ചു, ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കുക. യോബിന് മറഞ്ഞിരുന്നതാണ്. ഹല്ലേലൂയ. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഭക്തൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. മറഞ്ഞിരുന്നതിനെ യോബിന് വെളിപ്പെടുത്തി അങ്ങോട്ട് കൊടുത്തു ദൈവം. എടാ യോബേ, നീ ഒന്നും കൊണ്ടുവന്നില്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാഹാരമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ പുറത്തേക്ക് വന്നപ്പോൾ നീ ഒന്നും കൊണ്ടുവന്നില്ല. നഗ്നനായിട്ട വന്നത്. ഇതെല്ലാം ഞാനാണ് നിനക്ക് തന്നത്. ഇതിന്റെ എല്ലാം ഉടയവൻ ഞാനാ. നിന്നെ ഇതെല്ലാം ഏൽപ്പിച്ചതാ. അത് നിനക്ക് നഷ്ടപ്പെട്ടപ്പോൾ, നിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ 1000 ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ, അവിശ്വാസം, അവിവേകം, ആത്മപ്രശംസയൊക്കെ നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നീ പിറുപിറുക്കരുത്. ഹല്ലേലൂയ. നീ ഇനി എന്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. നഗ്നനായി തന്നെ നിന്നെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചതുപോലെ തന്നെ നീ മടങ്ങി വരണം. ഹല്ലേലൂയ. അതേ സ്നേഹിതാണ്, ദൈവം നമുക്ക് ഇങ്ങനെയൊക്കെ ചിലത് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ യോബിന് ഈ സത്യം കൂടി വെളിപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, ഈ സത്യം വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ ഉദരത്തിൽ നഗ്നനായി വന്നു, നഗ്നനായിട്ട് തന്നെ പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുമാറ. ഈ സത്യം മറഞ്ഞിരുന്ന രഹസ്യത്തെ യോബിന്റെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ് യോബിന്റെ ഭാര്യയുടെ ചോദ്യത്തിന് യോബ് മറുപടി പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചത് 2:10, യോബിന്റെ പുസ്തകം 2:10 വായിച്ചത്. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിനും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. യോബിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇങ്ങനെ ചോദ്യം വന്നു. യോബിന്റെ ജീവിതത്തിൽ അങ്ങനെ ചിന്ത വന്നപ്പോൾ യോബിന്റെ ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ രചിച്ച് പറഞ്ഞ് മരിക്കുക, നിന്നെ എനിക്ക് ഭർത്താവ് വിട്ടൊന്നും വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ യോബ് നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. പിന്നത്തേതിൽ നമ്മൾ കേൾക്കും പ്രിയരെ, യോബിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം കൊടുത്തപ്പോൾ, ആരംഭത്തേക്കാൾ അവസാനം നമ്മളായിരുന്നപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയപ്പോൾ തന്റെ ആടുമാട് കന്നുകാലികളെല്ലാം ദൈവം ഇരട്ടിയായി കൊടുത്തു. അല്ലെ മാത്രമല്ല, ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളയാൻ പറഞ്ഞ യോബിന്റെ ഭാര്യയ്ക്ക് വീണ്ടും 10 മക്കളെ കൂടെ പ്രസവിക്കാൻ ദൈവം അവസരം കൊടുത്തു. യോബ് 2ാമത് കല്യാണം കഴിച്ചില്ല. യോബിന്റെ ആദ്യത്തെ ഭാര്യ, ഏക ഭാര്യ, ആ ഭാര്യയെ തന്നെ മരിച്ചുപോയ 10 മക്കൾ സ്വർഗത്തിലുള്ളപ്പോൾ തന്നെ 10 മക്കളെ കൂടെ ഗർഭം ധരിക്കുവാൻ, ലേലിയ യോബിൽ നിന്ന് ഗർഭം ധരിക്കുവാൻ. എടുത്തു പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ, അങ്ങനെ യോബ് ഇന്ന് ഗർഭം ധരിച്ച് വീണ്ടും 10 മക്കളെ കൂടെ പ്രസവിച്ചു. ലേലിയ. അങ്ങനെ 20 മക്കൾ. അതേ, ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ഇതേപോലെ തന്നെ നിന്റെ വിഷയങ്ങളെ ദൈവം മാറ്റിയെടുക്കാൻ പോവുക. നിന്റെ പ്രശ്നങ്ങളെ ദൈവം മാറ്റാൻ പോവുക. നിന്റെ കണ്ണുതിനെ ദൈവം മാറ്റാൻ പോവുക. നീ പോലും ചിന്തിക്കാത്ത, നിരൂപിക്കാത്ത ചില പാതയിലുള്ള ദൈവം നിന്നെ കൊണ്ടുവരാൻ പോവുക. നിന്റെ ആരംഭം ചില കഷ്ടമായിരിക്കും, അവസാനം ശ്രേഷ്ഠമാണ്. നിനക്ക് ദൈവ സമാധാനത്തിന്റെ നാളുകൾ തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ, കൈവിട്ടു പോയതിനെ, നിന്റെ മുമ്പിൽ നിനക്ക് അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ നിനക്ക് നഷ്ടമായി പോയതിനെ എല്ലാം ദൈവം മടക്കി തരാൻ പോവുകയാണ്. വിലപിച്ച് കരഞ്ഞ ചില നാളുകളുണ്ടല്ലോ, അതിന് ദൈവം മറുപടി തരാൻ പോവുകയാണ്. എനിക്ക് ആരുണ്ട് എന്ന ചോദ്യത്തിന് മുമ്പിൽ കർത്താവ് പറയാൻ ഞാനുണ്ട്. ലേറിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, യോബിന്റെ ഈ 2 സ്വർണ്ണ വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. യോബിന്റെ 2 സ്വർണ്ണ വചനങ്ങൾ ഒരു പണ്ഡിതൻ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു. അത് സ്വർണ്ണവാക്യം എന്ന് പറയാം. യോബിന്റെ സ്വർണ്ണവാക്യം, യഹോവ തന്നു, യഹോവ എടുത്തു. സ്വർണ്ണവാക്യങ്ങൾ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്ന അതുപോലെ നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പൽ എഴുതിയെടുക്കണം. യഹോവ തന്നു, യഹോവ എടുത്തു. ലേലിയ. നിങ്ങൾക്ക് നൽകിയതെല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവം തന്നതാണ്. ദൈവത്തിങ്കിൽ നിന്ന് യോബ് പഠിച്ചതുപോലെ നീ ദൈവത്തിൽ നിന്ന് പഠിക്കണം. നിനക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്, ഒന്നും നീ കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് യോബ് ദൈവത്തോട് ചോദിച്ചതുപോലെ നിനക്ക് ചോദിക്കാൻ കഴിയണം. കേൾക്കണമേ, ഞാൻ സംസാരിക്കും.
ഹല്ലേലൂയ. കേൾക്കണമെന്ന് ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമെന്ന് യോബ് ചോദിച്ചതുപോലെ നീ ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർ കുരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെന്ന് 1-2 രേഖപ്പെടുത്തുന്ന പോലെ ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ തരും. ആകാശത്തിന്റെ കിടിവാതിൽ തുറക്കും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നഷ്ടത്തിന് മുമ്പിൽ ഇരിക്കുകയാണോ, കടക്കണിയിൽ ഇരിക്കുകയാണോ, സാമ്പത്തിക ഇറുക്കമാണോ, രോഗമാണോ, നിന്ദയാണോ, അപമാനമാണോ, പരിഹാസമാണോ, ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ, നിരാശയിലാണോ, മരണത്തിന്റെ മുന്നിലാണോ നീ ഇരിക്കുന്നത്? സ്ഥിതി മാറ്റാൻ പോവുക ദൈവം. മരണത്തിന്റെ മുന്നിലിരുന്ന മരണാസനായിരുന്ന യോബിനെ ദൈവം ഉയർത്തിയെങ്കിൽ അവന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയവൻ അത് നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോവുക. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോവുക. നിന്റെ ഭവനത്തിന് മാറ്റം, നിന്റെ തലമുറയ്ക്ക് ഒരു മാറ്റം വരുത്താൻ പോവുക. നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ തലമുറയുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. നീ ദൈവസ്നേഹം താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ കർത്താവ് അത്ഭുതം കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കാൻ ലോകപാടുള്ള സകല ജനത്തെ ഓർക്കുന്നു. കർത്താവ്, ഞങ്ങൾ വായിച്ചല്ലോ, ആമെ കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമെന്ന് യോബ് പറഞ്ഞ പോലെ പിതാവിനോട് മക്കൾ സ്നേഹാമി ചോദിക്കുന്ന പോലെ കർത്താവ്, ഈ ദിവസം ഞങ്ങളുടെ പിതാവിനോട് ഞങ്ങൾ ചോദിക്കുന്ന സകല വിഷയത്തിനും സ്നേഹവാനായ ദൈവം യോബിന് മറുപടി കൊടുത്തതുപോലെ ദൈവമക്കൾക്ക് മറുപടി കൊടുക്കണമേ. സകല ജനത്തെ കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ഭാരത്തിലൂടെ കടന്നു പോകുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനത്തെ ഒരുപ്പിക്കുന്നു. ഞങ്ങളുടെ ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കായി, ഗൾഫ് രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ഇസ്രായേൽ, ഇറാൻ, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ കർത്താവേ ശക്തമായി മാറുമ്പോൾ, അനേക ആയിരങ്ങൾ നിരപരാധികൾ മരിച്ചു വീഴുമ്പോൾ, കോടിക്കണക്കിന് സമ്പത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാജ്യങ്ങളിൽ ആയുധം താഴ്ത്തിവെച്ച് മടങ്ങിക്കൊണ്ട് മാനസാന്തരപ്പെട്ട് സഹോദര ബന്ധങ്ങളായി സമാധാനം എല്ലാ രാജ്യങ്ങളും നിലനിൽക്കുവാൻ ഇപ്പോൾ ലോകം കർത്താവ് ഭയത്തോടെ കടന്നു പോകുന്നു. എൻ്റെ നടുവിൽ ആശ്വാസം കൊടുക്കണമേ. സകലത്തിൽ വരും നീതി വെളിപ്പെടണം. ഞങ്ങളുടെ ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവസമാന കുഞ്ഞുങ്ങൾ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശ രോഗികളായിരിക്കുന്നവർക്കെല്ലാം വിടുന്നുണ്ടേ. തകർന്നു കിടക്കുന്ന കുടുംബത്തെ ദൈവം പണിയണമേ. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.